നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓപ്ഷൻ്റെ സ്ട്രാറ്റജിയാണ്, ഓപ്ഷൻ്റെ വീഡിയോ ആണിത്. ഓപ്ഷൻ്റെ ഒരു സ്ട്രാറ്റജി റിവീൽ ചെയ്യുകയാണ്. ഞാൻ ഒരു മാസത്തോളം അപ്ലൈ ചെയ്ത ഒരു സ്ട്രാറ്റജിയാണിത്. ഒരു മാസം മിച്ചം ചെയ്തിട്ടുണ്ട്. നവംബറിൽ തുടങ്ങിയ പരിപാടിയാണ്. ഓക്കെ, പേപ്പർ ട്രേഡ് ചെയ്തു. അതുകൂടാതെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്തു. ലാഭമാണ്, നല്ല ലാഭമാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഓപ്ഷൻ്റെ ഒരു 10-16 സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാനത് സ്റ്റഡി ചെയ്ത് വരുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന സ്ട്രാറ്റജീസ് മാത്രമേ വീഡിയോ ആയിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്, ലാഭവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് ഇല്ലാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം വീഡിയോസൊക്കെ ചെയ്തു, ഒക്കെ വാല്യൂസൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഏത് പോയിൻ്റ് എൻട്രി ചെയ്യുക, ഏത് പോയിൻ്റ് എക്സിറ്റ് ചെയ്യുക എന്നുള്ള സംഭവം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതിൻ്റെ ഒരു പരീക്ഷണത്തിലായിരുന്നു. അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് സക്സസ് ആയപ്പം ഓക്കെ ചെയ്യാമെന്ന് വെച്ചു. ഈ ഒരു സ്ട്രാറ്റജി മൊത്തം വാച്ച് ചെയ്യുക, ഫുള്ള് വാച്ച് ചെയ്യുക. എന്നിട്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് എന്നുള്ളത്. വരും മാസങ്ങളിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. ഇത് ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി എടുക്കുന്ന എൻട്രീസ് എല്ലാം ജനുവരിയിലേ ആയിരിക്കണം. പുട്ടാണേലും കോളാണേലും എടുക്കുന്നത് ജനുവരിയിലേ ആയിരിക്കണം. ഒരിക്കലും ഇനി ഡിസംബറിൽ പോയി എടുക്കരുത്, എക്സ്പയറി ഡേറ്റായി. എനിക്കൊരു കാര്യം കൂടെയും പറയാനുള്ളത്, എൻട്രീസ് നമ്മൾ എടുക്കുമ്പം അത് ഒരു മാസം അപ്പുറത്തെ എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ 15 എന്ന് വിചാരിച്ചു. ഒരു മാസം ഏതെങ്കിലും ഒരു മാസം 15 15-ാം തീയതി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ മാസത്തെ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ടൈം വാല്യൂ വളരെ പെട്ടെന്ന് കുറയും, തീറ്റ വളരെ പെട്ടെന്ന് ഡീക്കേ ആവും. അതുകൊണ്ട് തന്നെ ആ ഒരു മാസത്തെ അവോയ്ഡ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്തിൽ എടുക്കുക. ഇതിപ്പോൾ ഡിസംബർ മാസമാണ്. ഇപ്പം എടുക്കുന്ന എല്ലാ എൻട്രീസും ജനുവരി മാസത്തിലെ ആയിരിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ആ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്സ്റ്റ് മന്തിൽ മാത്രം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ചാർട്ട് വേണം. ചാർട്ട് നിങ്ങളുടെ ഏതാ ഉപയോഗിക്കുന്ന ആപ്പെങ്കിൽ ആപ്പിൻ്റെ ചാർട്ട് എടുക്കുക. ഇത് ഞാനിപ്പോൾ സെറോദയിലെ കൈറ്റാണ് ചാർട്ടായിട്ട് എടുത്തേക്കുന്നത്. ക്യാൻഡിൽ 1 hour ക്യാൻഡിലാണ് എടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്റർ ആകപ്പാടെ സൂപ്പർ ട്രെൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സൂപ്പർ ട്രെൻഡ് ഏതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. സൂപ്പർ ട്രെൻഡ് 10-3, സൂപ്പർ ട്രെൻഡ് 11-2, സൂപ്പർ ട്രെൻഡ് 7-3. 3 സൂപ്പർ ട്രെൻഡ്സ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. 3 അത്യാവശ്യമൊന്നുമില്ല. സൂപ്പർ ട്രെൻഡ് 7-3 ആയാലും മതി. എനിവേ നമുക്കൊരു ഉറപ്പിന് വേണ്ടി, ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് 3 സൂപ്പർ ട്രെൻഡ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട നമുക്കിത്. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്കുകളിലേക്ക് പോകാം. സ്റ്റോക്കുകളുടെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം നമുക്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഞാൻ നോക്കിയിട്ടില്ല, ഉള്ളി നിഫ്റ്റിയാണ് നോക്കിയിട്ടുള്ളത്. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഇതിന് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. കാരണം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ ഒരു ടെക്നോളജി നമുക്ക് ഇടയ്ക്ക് ലോസ് വരുന്നുണ്ട്. ഇതിൽ വലിയ പ്രോഫിറ്റും ചെറിയ ലോസും ആയിട്ടാണ് വരാറ്. അതായത് മെജോറിറ്റിയും നമുക്ക് പ്രോഫിറ്റ് ട്രേഡായിരിക്കും നമ്മൾ എടുക്കുന്നത്. മെജോറിറ്റി പ്രോഫിറ്റാണ്, പക്ഷേ മൈനോറിറ്റി ലോസ് വരാറുണ്ട്. ആ ലോസും ചെറിയ സംഖ്യകളാണ് വരാറുള്ളത്. പിന്നെ എടുക്കുന്ന ഔട്ട് ഓഫ് ദ മണിയിൽ ട്രേഡ് ചെയ്യാം, പക്ഷേ ഒരുപാട് അകലെയുള്ള ഔട്ട് ഓഫ് ദ മണി എടുക്കാതിരിക്കുക. ഒരു 100 പോയിൻ്റ് അല്ല 200 പോയിൻ്റ്, മാക്സിമം ഒരു 200 പോയിൻ്റൊക്കെ അകലെയുള്ള ഔട്ട് ഓഫ് ദ മണി എടുക്കുക. അതിന് മുകളിലേക്കുള്ള ഔട്ട് ഓഫ് ദ മണി അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ ഇൻ ദ മണി അല്ല, അറ്റ് ദ മണി വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഇയർലി ഒരു അറ്റ് ദ മണി അല്ല, ഇൻ ദ മണിക്ക് അടുത്ത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു എൻട്രി നിങ്ങൾ ഔട്ട് ഓഫ് ദ മണിയാണ് എടുക്കുന്നത്. ഔട്ട് ഓഫ് ദ മണി 200 പോയിൻ്റ് അകലെയാണ് എങ്കിൽ അടുത്ത എൻട്രി ഔട്ട് ഓഫ് ദ മണി തന്നെ എടുക്കുക. അതും ആ 200 പോയിൻ്റ് അകലെയുള്ളത് മാത്രം എടുക്കുക. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഔട്ട് ഓഫ് ദ മണിയിലാണ് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഔട്ട് ഓഫ് ദ മണി തന്നെ പിന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഏത് ഒരു ഇതാണ്, അല്ലെങ്കിൽ ലോസ് കൂടാൻ സാധ്യതയുണ്ട്. അതാണ്, പ്രോഫിറ്റും കൂടാൻ ലോസും കൂടാൻ, രണ്ട് ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ദ ഒരു 200 പോയിൻ്റ് അകലെയുള്ള ഔട്ട് ഓഫ് ദ മണിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രി നമുക്ക് റോങ് ആയി പോയി കഴിഞ്ഞു, അത് നമ്മൾ അറ്റ് ദ മണിയിലാണ് എടുത്തത് എങ്കിൽ അതിൽ ആ ലോസ് വരുന്നത് വളരെ വലിയ ലോസ് ആയിരിക്കും. സോ അത് തീർച്ചയായിട്ടും കെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ സ്ട്രാറ്റജി മാത്രമേ പോകുന്നുള്ളൂ. അറ്റ് ദ മണിയിൽ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദ മണി എന്ന് പറയുമ്പോഴും അതൊരു റൗണ്ട് ഫിഗറാണ്. അറ്റ് ദ മണി ഞാനിപ്പോൾ ഇവിടെ ഉള്ള അപ്പോൾ CMP എങ്ങനെയാണോ അത് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് പ്രീമിയം ഒക്കെ എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാലും പ്രീമിയം പെട്ടെന്ന് ഡീക്കേ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ആ മാസത്തെ 15-ാം തീയതി കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് എടുക്കുക. പിന്നെ ഈ വെള്ളിയാഴ്ചയൊക്കെ വരുമ്പം വേണമെങ്കിൽ നമ്മുടെ പൊസിഷനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കാം വെള്ളിയാഴ്ച വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, പിന്നെ 2 ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ മൺഡേ വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ അന്നേരം ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും നമുക്ക് പോകും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ആ ഒരു മെത്തേഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ട്രേഡിലേക്ക് പോകാം. 20-ാം തീയതി 20/12 നമുക്കൊരു സെല്ല് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ട്രെൻഡ് സെല്ല് സൂപ്പർ ട്രെൻഡ് എനേബിളായിട്ട് കാണാൻ പറ്റും 20/12. ആ സെല്ല് നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിയെന്ന് വിചാരിക്കാം. ഈ റെഡ് ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിൽ സെല്ല് കൺഫേം ആയി. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിലിൽ നമുക്ക് ഏകദേശം 10,907 ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, 10,900 കൂട്ടാം, 10,900 ഏതായാലും 10,900ൻ്റെ പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങിയതായിട്ട് കൂട്ടാം. 10,900 PE നമ്മൾ വാങ്ങി. ഇനി നമുക്കതിൽ ലാഭം കിട്ടുമോ ഇല്ലയോ എന്നറിയണം. പിന്നെ ബൈസിക്കിളിൽ നമുക്ക് കിട്ടിയിട്ടില്ല. എനിവേ വെള്ളിയാഴ്ച ഈവനിങ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാം. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇറങ്ങാം. ഇത് 10,753 ആണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ അറിയാമല്ലോ, പുട്ട് ഓപ്ഷനിൽ സ്റ്റോക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ അതൊരു 750 ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 900 - 750 150 പോയിൻ്റ് അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇറങ്ങാതിരിക്കുക, അത് അവനവൻ്റെ ഇഷ്ടം, ഉചിതം പോലെ ചെയ്യുക. മൺഡേ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എനിവേ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. പിന്നെ മൺഡേ ഒരു പൊസിഷൻ എടുത്താൽ മതി, നോ പ്രോബ്ലം. നോക്കിയിട്ട് മാർക്കറ്റ് നോക്കിയിട്ട് ഒരു പൊസിഷൻ എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് 150 പോയിൻ്റ് ഇവിടെ ലാഭം കിട്ടിയിട്ടുണ്ട്. ഈ പുട്ട് ഓപ്ഷനിൽ ലാഭം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻട്രി കൂടെ നമുക്ക് ഈ മാസം മൊത്തം ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം അധികം എൻട്രി ഒന്നും ഇല്ല ഈ മാസം. ചിലപ്പോൾ നമുക്ക് 4-5 ദിവസം 5-6 ദിവസം ഒരാഴ്ചയൊക്കെ ഹോൾഡ് ചെയ്യേണ്ടി വരും. നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം അത് നോക്കുക. ഇപ്പോൾ അടുത്ത എൻട്രി കിട്ടിയിരിക്കുന്നത് നമുക്ക് 11/12 11/12 നമുക്ക് അടുത്ത എൻട്രി കിട്ടിയിട്ടുണ്ട്. ബൈ ചെയ്യുന്ന പ്രൈസ് ഓക്കെ ഈ ക്യാൻഡിലാണ് 10,531 എന്ന് വരുന്നുണ്ട്. 10,531 നമുക്കത് 10,550 അല്ലെങ്കിൽ 10,500 ഏതിനേലുമൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ആ ക്യാൻഡിലിൽ. അങ്ങനെ അത് വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും നെഗറ്റീവ് വശം തന്നെ പോകാം. ഏറ്റവും കൂടിയ പ്രൈസിന് ബൈ ചെയ്തു എന്ന് വിചാരിക്കാം. 10,550 ബൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 10,550ൻ്റെ കോൾ ഓപ്ഷൻ സി ആണ് നമ്മൾ വാങ്ങുന്നത്. കാരണം ബൈ എൻട്രി ആണ് ഇവിടെ സൂപ്പർ ട്രെൻഡിൽ കിട്ടിയേക്കുന്നത്. സോ ബൈ എൻട്രി കിട്ടിയ കോൾ ഓപ്ഷനും സെൽ എൻട്രി കിട്ടിയാൽ പുട്ട് ഓപ്ഷനുമാണ് നമ്മൾ വാങ്ങേണ്ടത്. ഓക്കെ, 10,550 കോൾ ഓപ്ഷൻ വാങ്ങി നമുക്കത് എക്സിറ്റ് ചെയ്യേണ്ട സ്ഥലം നോക്കാം. കുറേ ദിവസം ഹോൾഡ് ചെയ്യണം കേട്ടോ. അത് 12-ാം തീയതി 11-ാം തീയതി കിട്ടിയ ബൈ ആണ്. 12, 13, 14, 17, 18, 19, 20. 20ൽ നമ്മൾ എവിടെയാണോ നേരത്തെ നമ്മൾ ബൈ ചെയ്തത്, അല്ല സെല്ല് ചെയ്ത ആ സ്ഥലം, സെല്ലല്ല ബൈ, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത സ്ഥലം, അവിടെ തന്നെയാണ് ഇത് എക്സിറ്റ് ആകേണ്ട സ്ഥലം. നല്ലൊരു പ്രോഫിറ്റ് അപ്പോൾ അവിടെ നമുക്ക് കിട്ടിക്കണം. ആ പോയിൻ്റ് നമുക്കറിയാമായിരുന്നു, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോയിൻ്റ് 10,900 ആണ്. ഓക്കെ, 10,900 ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലും കാണാൻ പറ്റും. 10,900 നമ്മൾ ഇറങ്ങിപ്പോയി. 10,900 നമുക്ക് നെഗറ്റീവ് എൻട്രി കിട്ടി, ഇറങ്ങിപ്പോയി. എത്ര പോയിൻ്റ് ലാഭം നോക്കാം. 550 എൻട്രി ചെയ്ത് 650, 750, 850, 900 350 പോയിൻ്റ് പ്രോഫിറ്റ്. 2 എൻട്രി നമ്മൾ എടുത്തു. ഇപ്പം 2 എൻട്രിയും നമുക്ക് പ്രോഫിറ്റാണ്, 350 പോയിൻ്റ്. അപ്പോൾ ടോട്ടൽ നമുക്കത് 500 പോയിൻ്റ് ഇപ്പോൾ പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ലോസ് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ശരിക്കും പുറകോട്ടാണ് പോകുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ഈ മാസം മൊത്തം നോക്കിയാൽ മതിയല്ലോ, അപ്പോൾ റെഡിയാവും. അടുത്തത് നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് 2 നെഗറ്റീവ് എൻട്രിയാണ്. ഇത് 2 നമുക്ക് ലോസാണ്. അപ്പോൾ ലോസ് എത്ര കിട്ടിയെന്ന് നമ്മൾ എഴുതി വെക്കാം. ഒരു 7-ാം തീയതി 7/12 നമുക്കൊരു ബൈ കിട്ടിയിട്ടുണ്ട്. അടുത്തതിന് വലിയ ഗ്യാപ്പ് ഡൗൺ ആണ് വന്നേക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, വെള്ളിയാഴ്ചകളിൽ സൂക്ഷിക്കുക. വെള്ളിയാഴ്ചകളിൽ പൊസിഷനൊക്കെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും സേഫ് എന്ന് പറഞ്ഞു. ഇതൊരു വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. കാരണം 12/7 കഴിഞ്ഞിട്ട് പിന്നെ 12/10 12 എന്നുള്ളത് മന്താണ് ഇവിടെ കേട്ടോ. 7ഉം 10ഉം ആണ് ഡേറ്റ്. അപ്പോൾ 7-ാം തീയതി കഴിഞ്ഞിട്ട് 8ഉം 9ഉം സാറ്റർഡേയും സൺഡേ ആയിരിക്കണം, 2 ദിവസം ഹോളിഡേ. ഓക്കെ, പിന്നെ ഇത് 10 ഈ ഹോളിഡേയ്സ് വരുമ്പോൾ, സൺഡേ സാറ്റർഡേ വരുമ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോസ് വരില്ലായിരുന്നു. എനിവേ ഇത് ലോസ് ആണെന്ന് തന്നെ കൂട്ടുക. ഈ ഒരു സംഭവം ലോസാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫിഗർ ലോസാണ് എന്ന് തന്നെ കൂട്ടിയാൽ എത്ര പോയിൻ്റ് ലോസ് വരും. വെള്ളിയാഴ്ച ഈവനിങ് നമുക്ക് ബൈ കിട്ടിയേക്കുന്ന ലാസ്റ്റ് മൊമെൻറ്റിലാണ് ബൈ കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ
എടുക്കാതിരിക്കുക. എടുത്തു എന്ന് വിചാരിച്ചാൽ 10,705 10,700 എന്ന് കൂട്ടാം. അത് 10,700 കോൾ ഓപ്ഷനാണ് നമ്മളെടുത്തത്. നെക്സ്റ്റ് വലിയ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഓക്കെ, അതിൽ തന്നെ നെഗറ്റീവ് അത് സെല്ല് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടുള്ള ക്യാൻഡിലാണ് വരുന്നത്. ഓക്കെ, ആ ക്യാൻഡിൽ കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിലിന് നമ്മളത് സെല്ല് ചെയ്തേ പറ്റൂ. ഉറപ്പായിട്ടും സെല്ല് ചെയ്തേ പറ്റൂ. ലോസാണ്. ഓക്കെ, പക്ഷേ സെല്ല് ചെയ്യുകയാണ് നമ്മളിവിടെ. അത് ഏകദേശം 10,500 504 ഉണ്ട്. 10,500 കൂട്ടെ 200 പോയിൻറ്റ് ലോസാണ് ഇവിടെ. അതാണ് വെള്ളിയാഴ്ച എടുത്താലുള്ള കുഴപ്പം. വീണ്ടും നമുക്ക് സെല്ലൻട്രി വന്നു. സെല്ലൻട്രി വന്നതിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് അടുത്ത ദിവസം ഗ്യാപ്പ് ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രോഫിറ്റ് നമ്മൾ എടുത്തില്ല പോലും നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം. ഇവിടെ ബൈ എൻട്രി കിട്ടി. അപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഇത് 538. ഓക്കെ, നമ്മൾ 500-നാണല്ലോ എൻട്രി എടുത്തേക്കുന്നത്. പുട്ട് ഓപ്ഷനാണ് എടുത്തേക്കുന്നത്. മുകളിൽ 538 മുകളിലേക്ക് പോയി. സോ ലോസാണത്. 38 പോയിൻറ്റ് ലോസ്, 38-40 പോയിൻറ്റ് ലോസായിട്ട് നമുക്ക് കൂട്ടാം. ഇവിടെ ആ ലോസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് 200 പോയിൻറ്റ് ലോസ് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച എടുത്തുകൊണ്ടാണത്. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടോട്ടൽ നമ്മൾ ലോസ് കൂട്ടിയാൽ പോലും 240 പോയിൻറ്റേ നമുക്ക് ലോസ് ഉള്ളൂ. ഓൾറെഡി നമുക്ക് 500 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് പുറകോട്ട് പോകാം. അപ്പോൾ ഈ രണ്ട് കൺഫ്യൂഷനുള്ള ഏരിയ തീർന്നു. ഇനി നമ്മൾ പുറകോട്ട് പോവുകയാണ്. ഈ മന്തിൻ്റെ ആദ്യം വരെയെങ്കിലും പോകണം. ഓക്കെ, ഇവിടെ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് 12/4 കഴിഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് 12/4. ഓക്കെ, 12/4 നമുക്ക് കിട്ടിയേക്കുന്നത്. 12/4 എന്ന് പറയുമ്പോൾ 4/12 4/12 മന്ത് ഇവിടെ ആദ്യമാണല്ലോ വരുന്നത്. അതാണ്. ഓക്കെ, 4/12 കിട്ടി. ആ വിലയൊന്ന് നോക്കണം. കോൾ ഓപ്ഷനാണ്, പുട്ട് ഓപ്ഷനാണ് കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിലാണ് 800 എത്രയോ കാണിക്കുന്നുണ്ടല്ലോ, 848 കാണിക്കുന്നത്. 850 കൂട്ടാം. 10,850 നമ്മളൊരു പി ഇ വാങ്ങി. 10,850 ഒരു പി ഇ വാങ്ങി. പ്രോഫിറ്റ് നമുക്ക് ഇവിടെ സെല്ല് കിട്ടുമ്പോഴാണ്, സെല്ലല്ല വൈയുടെ ഈ ക്യാൻഡിലാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതും കൂടി നോക്കി. ഈ ക്യാൻഡിലും കഴിഞ്ഞ് ഇത് നമുക്ക് നേരത്തെ ലോസ് വന്ന ഏരിയ ആണ് ഈ സ്ഥലം. ഇവിടെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. പോയിൻ്റ് എത്രയായിരുന്നു അത്? 700 അല്ലേ, 703 വരുന്നുണ്ട്. 10,700 കൂട്ടാം. പ്രോഫിറ്റാണ് 150 പോയിൻറ്റ് പ്രോഫിറ്റാണ്. 10,700 കൂട്ടി. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റാണ് 150 പോയിൻറ്റ്. അടുത്ത ദിവസം തന്നെ പ്രോഫിറ്റ് കിട്ടി. 150 പോയിൻറ്റ് പ്രോഫിറ്റാണ്. ഇപ്പോൾ ടോട്ടൽ നമ്മുടെ പ്രോഫിറ്റ് ഈ മാസം 500-ഉം 150 650 പോയിൻറ്റ് പ്രോഫിറ്റും 240 പോയിൻറ്റ് ലോസുമാണ്. ഓക്കെ, ലോസ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. നോ പ്രോബ്ലം. ഈ മാസം കഴിഞ്ഞിട്ടില്ല, പിന്നെയും പോവുകയാണ്. ആദ്യത്തേക്ക് പോവുകയാണ് നമ്മൾ. ഈ എൻട്രി കിട്ടുന്നത് നവംബർ മന്താണ്. നവംബർ മന്ത് ലാസ്റ്റിലാണ് എൻട്രി കിട്ടുന്നത്. ബൈ എൻട്രിയാണ് കിട്ടിയേക്കുന്നത്. നവംബർ മന്ത് ഡേറ്റ് 26/11 ബൈ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സൂപ്പർ ട്രെൻഡ് എനേബിൾ ചെയ്തതിന് ശേഷം ബൈ ചെയ്യുക. അപ്പം ഇപ്പം ഞാനീ വെച്ചേക്കുന്ന ക്യാൻഡിൽ തന്നെയാണ്. ഇവിടെ ബൈ ചെയ്യാവുന്ന പ്രൈസ് 10,600 കാണാം. 10,600 നമ്മൾ ബൈ ചെയ്തു. 10,600 എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കാണാൻ പറ്റും. നെഗറ്റീവ് സൂപ്പർ ട്രെൻഡ് ഇവിടെ എനേബിൾ ആയത് കാണാൻ പറ്റും. 10,600 നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. 10,850 51 50 ഓക്കെ 40 ഓക്കെ 850 കൂട്ടാം. 840 എത്രയാണ്? 40-ഉം ആ ക്യാൻഡിലില്ല. നെക്സ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് കൺഫേം. ആ ക്യാൻഡിലിൽ ഓക്കെ എനേബിളായി. നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? സെല്ല് ചെയ്യാൻ പറ്റും. ഒരു കോൾ വന്ന് കൺഫ്യൂഷനായി പോയി. എത്രയാണത്? 10,860 കാണുന്നു. 850 കൂട്ടിയാൽ മതി. 10,850 നമ്മൾ ബൈ ചെയ്തേക്കുന്ന പ്രൈസ് 600 250 പോയിൻറ്റ് പ്രോഫിറ്റ്. നേരത്തെ ഒരു ഇപ്പോൾ 1000 പോയിൻറ്റ് പ്രോഫിറ്റായി നമുക്ക്. ഈ ഒരു ഇതിൽ 1000 പോയിൻറ്റ് നമുക്ക് പ്രോഫിറ്റായി. നമ്മൾ ഒഴിവാക്കാവുന്ന ലോസ് വരെ കൂട്ടിയിട്ടും 240 രൂപയാണ് പോയിൻ്റാണ് ലോസ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. ഇതിൻ്റെ പുറകിലത്തെ മാസത്തെയൊക്കെ എടുത്ത് സ്റ്റഡി ചെയ്യുക. ഞാൻ സ്റ്റഡി ചെയ്തതാണ്, കുഴപ്പമില്ല, സക്സസ് ആണ്. നിങ്ങളും കൂടെ സ്റ്റഡി ചെയ്യുക. നമുക്ക് കോൺഫിഡൻസ് വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. പേപ്പർ ട്രേഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെറിയ ക്യാഷുകളിട്ട് ഇതിൽ ട്രേഡ് ചെയ്യുക. കാരണം അത് ഓപ്ഷൻ വാങ്ങണമെങ്കിൽ കുറച്ച് കാശ് വേണം. ഔട്ട് ഓഫ് ദ മണിയിലാണെങ്കിലും 10,000 രൂപയൊക്കെ വേണ്ടി വരും. നമുക്ക് ക്യാഷ് വേണ്ടി വരും. ഓക്കെ, ഒരിക്കലും നമ്മൾ ലീവറേജ് വാങ്ങാതിരിക്കുക, MIS എടുത്ത് വാങ്ങാതിരിക്കുക. നോർമലി തന്നെ വാങ്ങുക, ലീവറേജ് ഇല്ലാതെ തന്നെ വാങ്ങുക. സക്സസ് ആണോ അല്ലയോ എന്നൊക്കെ
ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് മാത്രം എൻട്രി ചെയ്യുക. ഓക്കെ, ഇതിലെന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഞാനും ഇതാണ് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കുറേ മെത്തേഡ്സ് വേറെയുണ്ട്, അതും ഫോളോ ചെയ്യണം. അപ്പം സക്സസ് ആകുന്നതനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോയിൽ കൂടെ അറിയിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, വീഡിയോ പലതും മിസ്സാകുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഞാൻ കാർഡ് രൂപത്തിൽ എൻ്റെ ഇൻട്രാഡേ വീഡിയോസിൻ്റെയും ഓപ്ഷൻ്റെ മറ്റ് വീഡിയോസിൻ്റെയും ഒക്കെ കാർഡുകൾ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതും എടുക്കുക. അത് ആവശ്യമെങ്കിൽ അതും കാണുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.